നൈസ് ആയിരുന്നു. അഭിനവ് ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ നെസ്ലിന് വേണ്ടി മാത്രം എടുത്ത സ്ക്രിപ്റ്റ് ആണ് പറഞ്ഞത്. പക്ഷെ അടിപൊളി തന്നെ. നെസ്ലിൻ ഈ പടത്തിന് അത്ര ക്യാപ്റ്റാണ്, അടിപൊളിയായിട്ട് നെസ്ലിൻ ചെയ്തിട്ടുണ്ട്. പക്ക ഫൺ എലമെന്റ്സ് എല്ലാം വർക്ക്ഔട്ട് ആയി. ആ ഫണ്ടമെന്റ്സ് ആയിട്ടാണ് മെയിൻ ആയിട്ട് ഇത് സ്ക്രിപ്റ്റ് ആണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി സിനിമ. പക്ക ഒരു സിനിമ പ്രേമിയൊക്കെയാണ് കൂടുതൽ. അതെ അതെ, സിനിമ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സിന് കുറച്ചും കൂടെ കണക്ട് ആവുന്ന ഒരു സിനിമ. സ്ട്രഗിൾസ് കാണിക്കുന്നുണ്ട്, സ്ട്രഗിൾസും കാര്യങ്ങളും. അതെ അതെ, സ്ട്രഗിൾസ് ആണ് കാണിക്കുന്നത്, സക്സസ് അല്ല ഫെയിലിയർ ആണ് കാണിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് നന്നായിട്ട് കണക്ട് ആവും. പടം കൊള്ളാം ബ്രോ, നല്ല മൂവിയാ. നസ്ലിന്റെ പെർഫോമൻസ് എല്ലാം കൊള്ളാം. അതുപോലെ തന്നെ ഡാർക്ക് ഹ്യൂമറും കാര്യങ്ങളും എല്ലാം നല്ലപോലെ കണക്ട് ആയി. പിന്നെ എല്ലാ തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഫോർ മീ എനിക്ക് നല്ലതുപോലെ പടം കണക്ട് ആയി, ഇഷ്ടപ്പെട്ടു. പടം പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല കണക്ട് ആവുന്നുണ്ട്. എല്ലാവരും ഒരു സാധാരണക്കാരന്റെ ഇതാണ്, ലൈഫ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഒരു സ്ഥിരം ടെംപ്ലേറ്റ് അല്ല പടം പോകുന്നത്. നല്ല ഇമോഷണൽ ആയിട്ടും എല്ലാം കണക്ട് ആവുന്നുണ്ട്. ആദ്യമേ തന്നെ പടം നമ്മളിൽ ഹുക്ക് ആവുന്നുണ്ട്. പിന്നെ ഒരാള് സ്ട്രഗിളിങ്ങും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സിനി ഫയൽസിനൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. സിനി ഫയൽസിനൊക്കെ എന്തായാലും, ക്രിട്ടിക്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അത് ഉറപ്പാണ്, അത് 100% ഉറപ്പാണ്. പിന്നെ സിനിമയിലുള്ള പൊളിറ്റിക്സ് എല്ലാം നന്നായിട്ട് തന്നെ റിവീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പടം. നസ്ലിന്റെ പെർഫോമൻസ് വൈസ് അടിപൊളി പടമാണ് ബ്രോ. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, സെക്കൻഡ് ഹാഫ് നല്ല ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, ഈ സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഇൻട്രസ്റ്റിംഗ്, സെക്കൻഡ് ഹാഫിൽ തോന്നിയില്ല. നെപ്പോട്ടിസവും സിനിമ ഓരോരുത്തരുടെ അങ്ങനെ വേണമെങ്കിൽ പറയാം. അത് പടത്തിൽ നല്ലപോലെ റിവീൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ ആളുടെ അണ്ടറിലാണ് സിനിമ, അങ്ങനെ അതൊക്കെ കാണിക്കുന്നുണ്ടോ? ഉണ്ട്, അത് നല്ലപോലെ ചെയ്തിട്ടുണ്ട് ബ്രോ. അത് പടം കാണാൻ മനസ്സിലാവും. അടിപൊളിയാണ് ബ്രോ പടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ മീൻസ് പടം ഡയറക്ടറിന്റെ ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ ആ പുള്ളിയുടെ ആ ഡയറക്ടറിന്റെ ആ ഒരു സ്റ്റൈലും എല്ലാം പടത്തിലുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സോ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് പടം സിനിമ പ്രേമിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സിനി ഫയൽ ആണെങ്കിൽ മൂവി ഉറപ്പായിട്ടും വർക്ക് ആവും എന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. പടം വൈസ് നോക്കുമ്പോഴത്തേക്കും നമ്മളെ ഡയറക്ടറിന്റെ നേരത്തെ ഇറങ്ങിയ പടം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പടം ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് വൈസ് പക്കയാണ്. ഒരു കിടില സിനിമ സ്വപ്നം കണ്ട് കാണുന്ന വ്യക്തികൾക്ക് അതിന്റെ ഡ്രീമും കാര്യങ്ങളും ഞാൻ പക്കയായിട്ട് മനസ്സിലായി വന്ന ഒരു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് റിപ്പീറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ആവറേജ് നിലവാരമുള്ള ഫീൽ തന്നെ വന്നത്. ഭയങ്കരമായ സംഭവം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു വൺ ടൈം വാച്ചബിളിന് പറ്റിയ പടം അത്ര തന്നെ. പടം കൊള്ളാം, നല്ല പടമാണ്. മോഹൻദൻ ഉണ്ണി അസോസിയേറ്റ്സിന്റെ അത്രയും ഹൈയൊന്നും തരുന്നൊരു പടം അല്ലെങ്കിലും കൊള്ളാം. ലെങ്ത് ഫീൽ ചെയ്യും. സിനി ഫയൽസിനൊക്കെയാണ് കൂടുതൽ കണക്ട് ചെയ്യുന്നത്. സിനി ഫയൽസിനാണ് കൂടുതൽ കണക്ട് ചെയ്യുന്നത്. അതെ അതെ, ഇതിൽ കുറച്ചുകൂടെ അംബീഷൻസിനെ പറ്റി പറയണം. നമ്മളെ പുള്ളിയുടെ ഫസ്റ്റ് പടത്തിന്റെ അതേ ടോണൊക്കെ തന്നെയാണ്. ഫസ്റ്റിൽ കുറച്ചുകൂടെ ക്രൈം ഒക്കെ പറയുമെങ്കിലും ഇതിനകത്ത് കുറച്ചുകൂടെ അംബീഷൻസിനെ പറ്റിയും അത് നേടാനുള്ളതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ഹാഫ് എക്സ്ട്രീം ലെവലായിരുന്നു, സൂപ്പർ സിനിമയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ നമ്മൾ ആ പ്രതീക്ഷിച്ച എക്സ്പെക്ടേഷൻ നമുക്ക് എൻറ്റയർ ഏരിയ കിട്ടിയിട്ടില്ല. സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന സിനിമയുടെ ഒരു പൊളിറ്റിക്സ്, കാരണം മലയാള സിനിമയുടെ തന്തയുടെ വകയല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം ഈ സിനിമയ്ക്ക് കാണിച്ചിട്ടുണ്ട്. കാരണം എന്താ പറയാ, ആർക്ക് വേണമെങ്കിലും, കഴിവുള്ള ആർക്ക് വേണമെങ്കിലും മലയാള സിനിമയിൽ വളർന്നു വരാം, എത്തിപ്പെടാൻ പറ്റുന്ന ഒരു തീർച്ചയായിട്ടും അതിന് സംശയമൊന്നുമില്ല. നസ്ലിന്റെ അഭിനയത്തിന് നമ്മള് ചക്ക നീ പൊളിച്ച് കേട്ടാ മുത്തേ. കാരണം മലയാള സിനിമയിൽ ഒരു പുത്തൻ താരോദയം. അവന്റെ അഭിനയം ഡേ ബൈ ഡേ കൂടുന്നുണ്ട്, ഇമോഷണൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, കോമഡി ഓൾറെഡി അവൻ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നസ്ലിൻ മുത്തേ പൊളിച്ചിട്ടുണ്ടാ. എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല, എന്നാലും സൂപ്പർ ആണ്. എങ്ങനെയുണ്ട്? പക്ക ഒരു കോമഡീസ് ഒക്കെ വർക്ക്ഔട്ട് ആയോ? കോമഡീസ് അല്ല, ഒരു ഡാർക്ക് ഹ്യൂമർ ആണ്. എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സിനി ഫയൽസിനാണ് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സൂപ്പറാണ്, സൂപ്പർ.